സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ബംഗാളിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ പൂക്കില് നമ്മളിങ്ങനെ നിരന്തരം വാർത്തകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ മറ്റൊരു സംസ്ഥാനത്തിന്റെയും ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കാണുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോ സർ, ഇങ്ങനെ മമതാ ബാനർജിക്ക് അവിടെ ഒരു തോൽവി ഉണ്ടായതിന് അവർ പറഞ്ഞു വെക്കുന്ന കാരണം ഒരു ഏതാണ്ട് 90 ലക്ഷത്തിലധികം വോട്ടേഴ്സിനെ, അവർക്ക് കിട്ടുമായിരുന്ന വോട്ടേഴ്സിനെ BJP സർക്കാർ SIR-ലൂടെ വെട്ടിനിരത്തി. അതുകൊണ്ട് ഞാൻ ജയിക്കേണ്ട എന്റെ വോട്ട് പോയി എന്നൊക്കെയുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. സർ, ശരിക്കും ആ പച്ചക്കള്ളം പൊളിയുന്ന ചില പുതിയ വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സർ, ഒന്ന് വിശദീകരിക്കാം. അതായത് പശ്ചിമ ബംഗാളില് SIR-ലൂടെ പുറത്തുപോയത് 91 ലക്ഷം പേരാണ് എന്നാണ് കണക്ക്. ഇത് പശ്ചിമ ബംഗാളിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആകെ അംഗങ്ങളുടെ 12% വരും. ഈ 12% പേര് പുറത്തു പോകുമ്പോൾ 7,66,00,000 വോട്ടർമാർ ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ 12% കുറയുമ്പോൾ 6,75,00,000 പേരായി വോട്ടേഴ്സ് ലിസ്റ്റിന്റെ എണ്ണം ചുരുങ്ങി. അങ്ങനെ ചുരുങ്ങിയപ്പോൾ ഈ പുറത്തുപോയ 91 ലക്ഷം പേരെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആരോപണങ്ങൾ നടക്കുന്നത്. ഈ 91 ലക്ഷം പേര് മുസ്ലിങ്ങളാണ് എന്നും അവരെല്ലാം TMC-യുടെ തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടേഴ്സ് ആയിരുന്നുവെന്നും അതുകൊണ്ട് അവരെ പുറത്താക്കി BJP ഭൂരിപക്ഷം ഉറപ്പാക്കി എന്നുള്ള പ്രചരണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇതിന്റെ വസ്തുതകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യുന്നുമില്ല. ഈ പുറത്തുപോയിട്ടുള്ള ആൾക്കാരിൽ 63% പേര് ഹിന്ദുക്കളാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. 63% ഹിന്ദുക്കൾ പുറത്തു പോകുമ്പോൾ 31% മുസ്ലിങ്ങളാണ് പുറത്തുപോയത്. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയവരിൽ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. ഇനി ആ ഹിന്ദുക്കൾ TMC-യുടെ വോട്ടർമാരായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TMC-യുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 20 നിയമസഭാ മണ്ഡലങ്ങൾ TMC-യുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നിടത്ത് ആണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ പുറത്താക്കിയിട്ടുള്ളത് എന്നാണ് TMC പറയുന്നത്. അപ്പോ ആ TMC-യുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന 20 മണ്ഡലങ്ങളിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 20-ൽ 13 സ്ഥലത്തും തൃണമൂൽ കോൺഗ്രസ് തന്നെ വീണ്ടും ജയിച്ചു. അപ്പോൾ തന്നെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. 63% വരുന്ന വോട്ടർമാർ, ഹിന്ദു വോട്ടർമാർ പുറത്തു പോകുമ്പോൾ 57,47,000 പേരാണ് ഹിന്ദു വോട്ടർമാരായി SIR പ്രകാരം പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയത്. എന്നാൽ 34% മുസ്ലിങ്ങൾ പുറത്തുപോയി എന്ന് പറയുമ്പോൾ 31,10,000 പേരാണ് മുസ്ലിം വോട്ടർമാരായി പുറത്തുപോയിരിക്കുന്നത്. ഇനി ഇതോടുകൂടി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ഇതിൽ മരിച്ചുപോയവരുണ്ട്, അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവരുണ്ട്. ഇപ്പൊ വിവാഹ കാര്യത്തിനോ അല്ലെങ്കിൽ ജോലി കാര്യത്തിനോ അല്ലെങ്കിൽ സ്ഥലം വിട്ടിട്ട് പോയവരോ, അങ്ങനെ സ്ഥലം മാറിപ്പോയവർ 8 ലക്ഷം പേരുണ്ടെന്നും മരിച്ചുപോയവർ 20 ലക്ഷം പേരുണ്ടെന്നും അങ്ങനെ 28 ലക്ഷം പേരുടെ ആ ഒരു കണക്കും പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. 91 ലക്ഷം പേര് SIR മുഖേന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയതിൽ 91 ലക്ഷം പേര് മുസ്ലിങ്ങളാണ് എന്ന്. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ 91 ലക്ഷം പേരെ പുറത്താക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ട് ആരെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പരാതി കൊടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാളിന്റെ ഈ ചരിത്രത്തിൽ ഒരു വ്യക്തി പോലും, ഒരൊറ്റ ആൾ പോലും എന്നെ ന്യായവിരുദ്ധമായിട്ട് ആണ് പുറത്താക്കിയത്, അതുകൊണ്ട് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ഒരു സിംഗിൾ പേഴ്സൺ പോലും പരാതി കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ യഥാർത്ഥത്തിലുള്ള വ്യാജ വോട്ടർമാരായിരുന്നു എന്ന് തന്നെയാണ്. ഇതിന്റെ ഒരു പ്രതികരണം ബംഗ്ലാദേശിന്റെ പാർലമെന്റിൽ സംഭവിക്കുകയുണ്ടായി. അവിടെ ഒരു പാർലമെന്റ് MP നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലാണ്, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നത്. അദ്ദേഹം പറയുന്നത്
ഈ പശ്ചിമ ബംഗാളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട വൻതോതിലുള്ള ആൾക്കാര് ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അതുപോലെ സാമൂഹികമായ ഇംബാലൻസ് ഉണ്ടാകും. ക്രമസമാധാന പ്രശ്നം വരെ ഉണ്ടാകും. അതുകൊണ്ട് സർക്കാർ അതിന് ഒരുങ്ങിയിരിക്കണം എന്ന് ബംഗ്ലാദേശിന്റെ ഒരു MP അവരുടെ പാർലമെന്റിൽ പ്രസംഗിച്ചു. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ബംഗ്ലാദേശികളായിട്ടുള്ള വലിയ ഒരു സംഖ്യ ആൾക്കാർ പശ്ചിമ ബംഗാളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ബംഗ്ലാദേശ് തന്നെ തുറന്നു സമ്മതിക്കുന്നതിന് തുല്യമാണ് ആ വസ്തുത. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം കേരളവുമായി ബന്ധപ്പെട്ടാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയ ആൾക്കാര് ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരെ അവിടെ സ്വീകരിക്കുന്നില്ല എന്നിരിക്കട്ടെ, അവരെ സ്വീകരിക്കാൻ രണ്ട് കൈയും കീട്ടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ UDF-ഉം ഇവിടുത്തെ LDF-ഉം ഈ ബംഗ്ലാദേശികളെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അവർ ഇവിടെ വരികയാണെങ്കിൽ ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ മമതാ ബാനർജി അവിടെ ചെയ്തതുപോലെ ID കാർഡ് കൊടുത്ത്, റേഷൻ കാർഡ് കൊടുത്ത്, അവസാനം ആധാർ കാർഡും കൊടുത്ത് അവരെ വ്യാജ വോട്ടർമാരാക്കി UDF-നും LDF-നും വീതിച്ചെടുക്കാൻ പറ്റും. കാരണം ഈ UDF-ഉം LDF-ഉം ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പേരുമൊക്കെ ഇട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ അതിഥി തൊഴിലാളികളൊക്കെ പറയുന്നത് ഞങ്ങൾ ബംഗാളികളാണെന്ന്. ബംഗാളിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയുന്നത് മുർഷിദാബാദ് ആണ്. ഈ മുർഷിദാബാദ് എന്ന് പറയുന്ന പ്രദേശത്തിന് പ്രത്യേകതയുണ്ട്. അവിടെ 22 അസംബ്ലി സീറ്റുകളാണ് ഉള്ളത്. മുർഷിദാബാദ് ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള അതിർത്തി ജില്ലയാണ്. ബംഗ്ലാദേശിൽ നിന്ന് നേരിട്ട് മുർഷിദാബാദിലേക്ക് കടന്നു വരാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു, BJP-യുടെ ഗവൺമെന്റ് അവിടെ മുള്ളുവേലി കെട്ടി വാച്ചിങ് ടവറുകൾ സ്ഥാപിച്ചാൽ ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റമൊക്കെ ഇല്ലാതാവും. അവിടെ ഒരു നദിയുണ്ട്, ആ നദിയിൽ പോലും പ്രതിരോധങ്ങൾ തീർക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം പേർക്ക് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വരാൻ കഴിയാതെ വന്നാൽ അവര് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർക്ക് കടന്നുകൂടാൻ വേണ്ടി ഉള്ള സംവിധാനവും ചെയ്തു കൊടുക്കാൻ കേരളം ഭരിക്കുന്നവര്, അത് UDF-ഉം LDF-ഉം ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ്. അതായത് കേരളത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോയവരിൽ നല്ലൊരു വിഭാഗം മടങ്ങി വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് ഇപ്പോൾ ഒരു വാർത്തയുണ്ട്. കാരണം BJP അധികാരത്തിൽ വന്നു, പശ്ചിമ ബംഗാളിൽ വൻതോതിലുള്ള വികസനങ്ങൾ ഇനി വരും. അപ്പൊ നിർമ്മാണ മേഖലയിലും മറ്റും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വൻതോതിൽ ഉണ്ടാകും. പാലങ്ങൾ, റോഡുകൾ, ഹൈവേകൾ, അതുപോലെ വീടുകൾ, കെട്ടിടങ്ങൾ, ഫാക്ടറികൾ, ഇതെല്ലാം നിർമ്മിക്കുന്ന സമയത്ത് കേരളത്തിൽ ലഭിക്കുന്ന കൂലി അവർക്ക് അവിടെ കിട്ടും. കേരളത്തിലെ കമ്മീഷനും ഒക്കെ കൊടുത്ത്, ഇടനിലക്കാരനും കൊടുത്ത്, കോൺട്രാക്ടർക്കും കൊടുത്ത്, അവസാനം ഇവരുടെ കയ്യിൽ ചെറിയ കൂലിയാണ് കിട്ടുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ട, സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നല്ല കൂലി മേടിക്കാൻ ബംഗ്ലാദേശിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ അവസരം ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് അവര് തിരിച്ചു വരുന്നില്ല എന്ന് കരുതണ്ട. എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ തട്ടുകട, നമ്മുടെ ഹോട്ടല്, നമ്മുടെ ഫാക്ടറികള്, നമ്മുടെ നെൽ കൃഷി, നമ്മുടെ റബ്ബർ കൃഷി, തെങ്ങ് കൃഷി എന്ന് വേണ്ട കാർഷിക മേഖല മുഴുവൻ സ്തംഭിക്കും. കേരളത്തിന്റെ കാർഷിക മേഖല, വ്യവസായ മേഖല, ബിസിനസ് മേഖല, സർവീസ് മേഖല, ഫുഡ് ആൻഡ് ബീവറേജ്, റെസ്റ്റോറന്റ് എന്ന് തുടങ്ങിയ എല്ലാ മേഖലകളിലും പണിയെടുക്കുന്ന ബംഗാളികൾ തിരിച്ചു വന്നില്ല എങ്കിൽ ഈ വിയർപ്പിന്റെയും ട്രേഡ് യൂണിയന്റെയും അസുഖമുള്ള മലയാളിയോട്ട് പണിയെടുക്കുകയില്ല. ഇനി അഥവാ മലയാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ കൂലി കൊടുത്തവരെ നിലനിർത്താനും പറ്റില്ല. ഇപ്പൊ 1200 മുതൽ 1500 വരെ ദിവസക്കൂലി കേരളത്തില് ആയി കഴിയും. അപ്പോ 6 മണിക്ക് വന്ന് വൈകിട്ട് 6 മണി വരെ പണിയെടുക്കുന്ന ബംഗാളിയെ പോലെ അല്ല 10 മണിക്ക് വന്ന് 3 മണിക്ക് മടങ്ങിപ്പോകുന്ന മലയാളി. അപ്പോ ബംഗാളിക്ക് കൊടുക്കുന്നതിന്റെ 3 ഇരട്ടി കൂലിയും കൊടുക്കണം, 1/3 പണി പോലും എടുക്കുകയില്ല. അപ്പൊ സാമ്പത്തികമായി കേരളത്തിന് വലിയ ഒരു ബാധ്യതയാവും ഈ വസ്തുത എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മമത പറഞ്ഞിരിക്കുന്ന മമത ഈ പറയുന്ന സർവ്വ കാര്യങ്ങളും പൊളിയുകയാണ് എന്നല്ലേ? മമതയുടെ ഈ പറച്ചിലില് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൊളിയുകയല്ലേ? അവര് ഇപ്പോ അവസാനം ബംഗ്ലാദേശിൽ നിന്ന് വന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ബംഗ്ലാദേശുകാരായിട്ടുള്ള നിരവധി പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതായത് സാറ് തന്നെ, നമ്മൾ തന്നെ, അല്ലെങ്കിൽ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള CPM
എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ ഗുണ്ടാരാജിലൂടെ നീണ്ട 30 വർഷത്തിലധികം അവിടെ ഭരിച്ചോ, അതേ ഒരു രീതി തുടക്കത്തിൽ കോൺഗ്രസ് തൃണമൂലിനോട് ചേർന്ന് CPM-നെ അടിച്ചമർത്താൻ ശ്രമിച്ച്, പിന്നീട് കോൺഗ്രസിനെ ഒഴിവാക്കി തൃണമൂൽ ആ ഗുണ്ടാരാജി നടപ്പാക്കി ഈ കഴിഞ്ഞ 15 കൊല്ലം അവിടെ ഭരിച്ച് ഇപ്പൊ അവസാനം താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന രീതിയിലേക്ക് മമത പോകുമ്പോൾ ഈ പച്ചയായ സത്യമൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ BJP-യുടെ പുതിയ സർക്കാരിന് കഴിയും എന്ന് നമ്മൾ ധരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഈ ഇത്തരം കാര്യങ്ങളിൽ ചില സാങ്കേതികമായ തടസ്സങ്ങളുള്ളത്. വോട്ടേഴ്സ് ലിസ്റ്റിലെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കൈകാര്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സ് ലിസ്റ്റ് പുറപ്പെടുവിക്കുക എന്നല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റിനെ ജാതിയോ മതമോ തിരിച്ച് പുറപ്പെടുവിക്കാനുള്ള ഒരു അവകാശമോ അധികാരമോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം അവരാണ് വോട്ടേഴ്സ് ലിസ്റ്റ് കാര്യമായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടേഴ്സ് ലിസ്റ്റിനകത്തെ ജാതി, മതം, രാഷ്ട്രീയം ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അവരിൽ നിന്ന് മാത്രമേ ഈ വസ്തുതകൾ പുറത്തു വരൂ. പക്ഷെ അതിനൊരു ഔദ്യോഗിക ആധികാരികത ഇല്ലതാനും കേവലം ആരോപണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാധ്യമങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പഠിച്ച് പുറത്ത് റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ മാധ്യമങ്ങൾക്ക് കോടിക്കണക്കിന് വരുന്ന ഈ വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ അരിച്ചു പെറുക്കി പഠിച്ച് തന്നെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും സമയം കടന്നു പോകും. അതൊക്കെ ഇങ്ങനെയുള്ള പരിമിതികളുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷന് ഈ കാര്യങ്ങളിൽ പരിമിതിയുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ നമുക്ക് യുക്തിഭദ്രമായി മനസ്സിലാക്കാവുന്ന ചില കാര്യം, ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ 20 മണ്ഡലങ്ങളിൽ ഇത് അവർക്ക് ദോഷകരമായി ബാധിക്കുമെന്നവർ പറഞ്ഞ സ്ഥലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം 20-ൽ 13 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വസ്തുതകളിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ സാധിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. ഒരു ചെറിയ കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ, ഒരു ചെറിയ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോ ബംഗാളിലുമില്ല, ബംഗ്ലാദേശിലുമില്ല. അപ്പൊ ആ ഒരു കൂട്ടം ജനത ഇനി എന്ത് ചെയ്യും? ബംഗ്ലാദേശുകാരാണ്, അവർ ബംഗാളിലേക്ക് വന്നു. അവർ ശരിക്കും അവർക്ക് എവിടെയാണ് അവരുടെ പൗരത്വം എന്നുള്ളത് തെളിയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ 90 ലക്ഷം പേരുടെ അവസ്ഥ ഇനി എന്താവും? കേരളത്തിലേക്ക് 20 പറയണം സാർ. അല്ല, 90 ലക്ഷം പേരിൽ 20 ലക്ഷം പേര് മരിച്ചു പോയതാണ്, അവർക്ക് പ്രശ്നമില്ല. 8 ലക്ഷം പേര് സ്ഥലം മാറിപ്പോയതാണ്, അവർക്ക് പ്രശ്നമില്ല. അപ്പൊ 28 ലക്ഷം പേർക്ക് പ്രശ്നമില്ല. ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് വ്യാജ വോട്ടർമാരാണ്. ആ വ്യാജ വോട്ടർമാർക്ക് ഒന്നുകിൽ അവര് നമ്മുടെ രാജ്യത്ത് പൗരത്വം ഉള്ളവരാണ് എങ്കിൽ രാജ്യത്ത് തുടരാം, പൗരത്വം ഇല്ലാത്തവരാണെങ്കിലോ രാജ്യം വിട്ടു പോകേണ്ടി വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോ സാർ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് ഒന്ന് എത്തി നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന് പറയണം സാർ. അതായത് ഈ 91 ലക്ഷം പേര് പുറത്തായി എന്നുള്ളതിൽ 20 ലക്ഷം പേര് മരിച്ചുപോയവരും 8 ലക്ഷം പേര് സ്ഥലം മാറിപ്പോയവരുമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതില് 70 പേര് 70 ലക്ഷമായി കുറഞ്ഞു, പിന്നെ 62 ലക്ഷമായി കുറഞ്ഞു. ഈ 62 ലക്ഷം പേരില് മഹാഭൂരിപക്ഷം പേരും ഹിന്ദുക്കളാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് മുസ്ലിങ്ങൾ. ഇതാണ് ഇതിന്റെ വസ്തുത. ഇനി ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്നും കേവലം ഒരു പുകമറ സൃഷ്ടിക്കൽ മാത്രമായിരുന്നുവെന്നും ഏവർക്കും വ്യക്തമാണ്. നന്ദി.